ജയ് ഭീം, ജയ് മഹാത്മാ. ആമുഖം. 1936 കാലഘട്ടത്തിലാണ് ബാബാ സാഹേബ് അംബേദ്കർ ജാതി നിർമൂലനം എന്ന് പറയുന്ന ഈ പുസ്തകം രചിക്കുന്നതിനാധാരമായ സംഭവം നടക്കുന്നത്. അന്ന് ജാത് പാത് തോടക മണ്ഡലിൻ്റെ വാർഷിക സമ്മേളനത്തിൽ, ലാഹോറിൽ നടക്കുന്ന വാർഷിക സമ്മേളനത്തിലേക്ക് ഒരു അധ്യക്ഷ പ്രസംഗം നടത്തുന്നതിന് വേണ്ടി ബാബാ സാഹേബ് അംബേദ്കറെ ക്ഷണിക്കുകയുണ്ടായി. അപ്പം അന്ന് അവിടെ നടത്താൻ ഉദ്ദേശിക്കുന്ന അധ്യക്ഷ പ്രസംഗം അദ്ദേഹം എഴുതി തയ്യാറാക്കി മണ്ഡലിൻ്റെ പ്രവർത്തകർക്ക് അയച്ചു കൊടുക്കുകയുണ്ടായി. അന്നത്തെ രാഷ്ട്രീയ ചിന്താഗതിക്കാരായ മണ്ഡൽ പ്രവർത്തകർക്ക് ബാബാ സാഹേബ് അംബേദ്കറിൻ്റെ ഒരു അധ്യക്ഷ പ്രസംഗത്തെ അംഗീകരിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ ആ പ്രാവശ്യത്തെ വാർഷിക സമ്മേളനം അവിടെ റദ്ദാക്കപ്പെടുകയാണ് ഉണ്ടായത്. അപ്പോൾ 1936 കാലഘട്ടത്തിന് മുൻപുള്ള, അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപുള്ള ഇന്ത്യയുടെ സാമൂഹിക അന്തരീക്ഷത്തെയും രാഷ്ട്രീയ അന്തരീക്ഷത്തെയും വളരെ കൃത്യമായിട്ട് വിശകലനം ചെയ്യുന്ന ഒരു അധ്യക്ഷ പ്രസംഗം തന്നെയായിരുന്നു അദ്ദേഹം എഴുതി തയ്യാറാക്കിയത്. ആ അധ്യക്ഷ പ്രസംഗം പിന്നീട് പുസ്തക രൂപത്തിലാക്കി. അതാണ് ജാതി നിർമൂലനം. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ശേഷം 75 വർഷങ്ങൾക്ക് ശേഷം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട് 75 വർഷങ്ങൾ പിന്നിടുകയാണല്ലോ. ഈ 2025 ഈ കാലഘട്ടത്തിൽ വീണ്ടും നമ്മൾ ജാതി നിർമൂലനം എന്ന് പറയുന്നൊരു പുസ്തകം വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ഘടകം, 1936 കാലഘട്ടത്തിന് മുൻപ് ഇന്ത്യയിലെ സാമൂഹിക അന്തരീക്ഷത്തെ, രാഷ്ട്രീയ അന്തരീക്ഷത്തെ വിശകലനം ചെയ്ത് ബാബാ സാഹേബ് അംബേദ്കർ എഴുതിയിട്ടുള്ള ഈ ജാതി നിർമൂലനം എന്ന പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങളിൽ നിന്നും ഈ 2025 നമ്മുടെ ഇന്ത്യക്ക് എന്തെങ്കിലും മാറ്റം സംഭവിച്ചിട്ടുണ്ടോ? അതിൻ്റെ ഒരു അന്വേഷണമാണ് ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലൊരു പുസ്തക വായനയിലേക്ക്, പുസ്തക പാരായണത്തിലേക്ക് ഞങ്ങളെ പ്രേരിപ്പിച്ച ഘടകം. പുസ്തക വായനയിലേക്ക് കടക്കട്ടെ. സുഹൃത്തുക്കളെ, ഈ സമ്മേളനത്തിൽ അധ്യക്ഷ വഹിക്കാൻ എന്നെ സദയം ക്ഷണിച്ച ജാത് പാത് തോടക മണ്ഡലിൻ്റെ അംഗങ്ങളുടെ കാര്യത്തിൽ എനിക്ക് അതിയായ ഖേദമുണ്ട്. അധ്യക്ഷനായി എന്നെ തിരഞ്ഞെടുത്തതിൻ്റെ പേരിൽ അവരുടെ നേർക്ക് നിരവധി ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുമെന്ന് തീർച്ചയാണ്. ലാഹോറിൽ നടക്കുന്ന ഒരു സമ്മേളനത്തിൽ അധ്യക്ഷനായി ഒരാളെ ബോംബെയിൽ നിന്ന് ഇറക്കുമതി ചെയ്തത് എന്തിനെന്ന ചോദ്യമുണ്ടാകാം. ഈ സമ്മേളനത്തിൽ അധ്യക്ഷ വഹിക്കാൻ എന്നേക്കാൾ കൂടുതൽ യോഗ്യനായ ഒരാളെ കണ്ടെത്തുവാൻ മണ്ഡൽ പ്രവർത്തകർക്ക് നിഷ്പ്രയാസം കഴിയുമായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. ഞാനാണെങ്കിൽ ഹിന്ദുക്കളെ വിമർശിച്ചിട്ടുണ്ട്. അവർ ഭയഭക്തിപൂർവ്വം ആദരിക്കുന്ന മഹാത്മാവിൻ്റെ ആധികാരികതയെ ഞാൻ ചോദ്യം ചെയ്തിട്ടുണ്ട്. അവർക്ക് എന്നോട് വെറുപ്പാണ്. ഞാൻ അവരുടെ പൂന്തോട്ടത്തിലെ വിഷപ്പാമ്പാണ്. ഈ ബഹുമാന്യ പദവിയിൽ എന്നെ അവരോധിച്ചതിന് സമാധാനം ബോധിപ്പിക്കാൻ രാഷ്ട്രീയ മനോഭാവക്കാരായ ഹിന്ദുക്കൾ മണ്ഡലിനോട് ആവശ്യപ്പെടും. മണ്ഡൽ കാണിച്ചത് വലിയൊരു സാഹസമാണ്. അതിനെ ഒരു അവഹേളനമായി രാഷ്ട്രീയ ചിന്താഗതിക്കാരായ ഹിന്ദുക്കൾ കരുതിയാലും അത്ഭുതപ്പെടേണ്ടതില്ല. എന്നെ അധ്യക്ഷനായി നിശ്ചയിച്ചത് മതാഭിമുഖ്യമുള്ള സാധാരണ ഹിന്ദുക്കൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുകയില്ല. അധ്യക്ഷനെ നിശ്ചയിക്കുന്നതിൽ ധർമാനുശാസനകൾ അനുസരിക്കാതിരുന്നതിന് സമാധാനം പറയണമെന്ന് അവർ മണ്ഡലിനോട് ആവശ്യപ്പെടാം. ധർമ്മസംഹിത അനുസരിച്ച് ബ്രാഹ്മണനാണ് മറ്റ് 3 വർഗ്ഗങ്ങൾക്കും ഗുരു. വർണ്ണാനാം ബ്രാഹ്മണോ ഗുരു എന്നാണല്ലോ. അതിനാൽ ഒരു ഹിന്ദു ആരിൽ നിന്നും വിദ്യ അഭ്യസിക്കണമെന്നും ആരിൽ നിന്നും അത് പാടില്ലെന്നുമുള്ള കാര്യം മണ്ഡലിന് അറിവുള്ളതാണ്. ഒരാൾ പണ്ഡിതനാണെന്നതുകൊണ്ട് മാത്രം അയാളെ ഗുരുവായി സ്വീകരിക്കാൻ ധർമ്മശാസ്ത്രങ്ങൾ ഹിന്ദുക്കളെ അനുവദിക്കുന്നില്ല. ഒരു ഹിന്ദുരാജ്യം സ്ഥാപിക്കാൻ ശിവജിയെ പ്രേരിപ്പിച്ചു എന്ന് പറയപ്പെടുന്ന മഹാരാഷ്ട്രയിലെ ഒരു ബ്രാഹ്മണ സന്യാസിയായ രാംദാസ് ഇത് വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ സാമൂഹികവും മതപരവും രാഷ്ട്രീയവും ഒക്കെയായ ദാസ്ബോധ് എന്ന പ്രബന്ധത്തിൽ ഹിന്ദുക്കളോട് ചോദിക്കുന്നു, ഒരു അന്ത്യജനെ, അതായത് ഒരു അവർണനെ, അയാൾ പണ്ഡിതനായതുകൊണ്ട് ഗുരുവായി സ്വീകരിക്കാൻ പറ്റുമോ? അദ്ദേഹം നൽകുന്ന ഉത്തരം നിഷേധാർത്ഥത്തിലുള്ളതാണ്. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്ന കാര്യം ഞാൻ മണ്ഡലിന് വിടുകയാണ്. ഒരധ്യക്ഷനെ തിരഞ്ഞെടുക്കാൻ ബോംബെ വരെ യാത്ര നടത്തുകയും ഹിന്ദുക്കൾക്ക് വെറുപ്പുളവാക്കുന്ന ഒരു മനുഷ്യനെ, അതും ഏറ്റവും താഴെത്തട്ടിലുള്ള ഒരു അവർണനെ, സവർണരുടെ ഒരു സദസ്സിനെ അഭിസംബോധന ചെയ്യാൻ നിശ്ചയിക്കുകയും ചെയ്തതിൻ്റെ കാരണങ്ങൾ മണ്ഡലിന് നന്നായി അറിയാം. എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ ക്ഷണം സ്വീകരിച്ചത് എൻ്റെ ഇച്ഛയ്ക്കെതിരായിട്ടാണ്. ഹിന്ദുക്കൾക്ക് എന്നോട് വിദ്വേഷമുണ്ടെന്നറിയാം. അവർക്ക് ഞാനൊരു മഹത് വ്യക്തിയല്ല. ഇതൊക്കെ അറിയാവുന്നതിനാൽ അവരിൽ നിന്നും ഞാൻ ബോധപൂർവം അകന്നു കഴിയുകയാണ്. അവർക്ക് അലോസരമുണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ വീക്ഷണങ്ങൾ എൻ്റെ സ്വന്തം വേദിയിലൂടെയാണ് ഞാൻ പ്രകടിപ്പിച്ചു പോരുന്നത്. ഇത് ഒട്ടേറെ അസംതൃപ്തിക്കും പ്രകോപനത്തിനും കാരണമായിട്ടുണ്ട്. ഹിന്ദുക്കളുടെ ശ്രാവ്യപരിധിയിൽ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്
അവരുടെ ദൃശ്യപരിധിയിൽ ചെയ്യാൻ വേണ്ടി അവരുടെ പ്രസംഗവേദികളിൽ കയറിപ്പറ്റാൻ എനിക്ക് മോഹമില്ല. ഞാനിവിടെ എത്തിയത് എൻ്റെ ആഗ്രഹം കൊണ്ടല്ല, നിങ്ങളെന്നെ തിരഞ്ഞെടുത്തത് കൊണ്ടാണ്. നിങ്ങളുടെ ലക്ഷ്യം സാമൂഹ്യ പരിഷ്കരണമാണ്. അതെന്നെ എപ്പോഴും ആകർഷിക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നി ആ വിഷയത്തിൽ സഹായിക്കാൻ പറ്റുന്ന ഒരവസരം നിരസിക്കാൻ പാടില്ലെന്ന്. പ്രത്യേകിച്ച് സഹായിക്കാൻ എനിക്ക് കഴിയുമെന്ന് നിങ്ങൾ കരുതുമ്പോൾ നിങ്ങൾ മുറുകെ പിടിക്കുന്ന പ്രശ്നം പരിഹരിക്കുന്നതിൽ എൻ്റെ വാക്കുകൾ സഹായകമാകുമോ എന്ന് വിധി കൽപ്പിക്കേണ്ടത് നിങ്ങളാണ്. ഈ പ്രശ്നത്തെപ്പറ്റിയുള്ള എൻ്റെ വീക്ഷണങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. സ്വർഗത്തിലേക്കുള്ള വഴി പോലെ ക്ലേശപൂർണ്ണമാണ് ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണത്തിൻ്റെ പാത. ഇന്ത്യയിൽ സാമൂഹിക പരിഷ്കരണത്തിന് സുഹൃത്തുക്കൾ കുറവാണ്, വിമർശകർ കൂടുതലുമാണ്. വിമർശകർ രണ്ട് തരത്തിൽപ്പെടുന്നു. ഒന്ന് രാഷ്ട്രീയ പരിഷ്കർത്താക്കൾ, രണ്ട് സോഷ്യലിസ്റ്റുകൾ. സാമൂഹികമായ കാര്യക്ഷമതയില്ലാതെ മറ്റ് പ്രവർത്തനങ്ങളിൽ സ്ഥിരമായ പുരോഗതി സാധ്യമാവില്ലെന്ന് ഒരു ഘട്ടത്തിൽ കരുതപ്പെട്ടിരുന്നു. ദുരാചാരങ്ങളുടെ കെടുതികൾ കാരണം ഹിന്ദു സമൂഹം കാര്യക്ഷമമല്ലെന്നും ഈ ദുരാചാരങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യാൻ നിരന്തരമായ പ്രവർത്തനം ആവശ്യമാണെന്നും കരുതപ്പെട്ടിരുന്നു. ഈ വസ്തുത അംഗീകരിക്കപ്പെട്ടതുകൊണ്ടാണ് നാഷണൽ കോൺഗ്രസിൻ്റെ പിറവിക്ക് ശേഷം സോഷ്യൽ കോൺഫറൻസ് സ്ഥാപിതമായത്. കോൺഗ്രസ് രാജ്യത്തിൻ്റെ രാഷ്ട്രീയ സംഘടനയുടെ ദൗർബല്യങ്ങളിൽ താൽപ്പര്യം കാട്ടിയപ്പോൾ സോഷ്യൽ കോൺഫറൻസ് ഹൈന്ദവ സമൂഹത്തിൻ്റെ സാമൂഹ്യ സംഘടനയിലുള്ള ദൗർബല്യങ്ങൾ ദൂരീകരിക്കുന്നതിൽ വ്യാപൃതരായി. കുറേ കാലം കോൺഗ്രസും കോൺഫറൻസും പൊതുവായ ഒരു പ്രവർത്തനത്തിൻ്റെ രണ്ട് ചിറകുകൾ പോലെയാണ് മുന്നോട്ട് പോയത്. അവയുടെ വാർഷിക സമ്മേളനങ്ങൾ ഒരേ പന്തലിൽ തന്നെ നടത്തിപ്പോന്നു. എന്നാൽ പെട്ടെന്ന് രണ്ട് ചിറകുകൾ രണ്ട് പാർട്ടികളായി മാറി. രാഷ്ട്രീയ പരിഷ്കരണ കക്ഷി, സാമൂഹിക പരിഷ്കരണ കക്ഷി. അവർക്കിടയിൽ കടുത്ത വിവാദം ഉയരുകയും ചെയ്തു. രാഷ്ട്രീയ പരിഷ്കരണ കക്ഷി നാഷണൽ കോൺഗ്രസിനെ പിന്താങ്ങിയപ്പോൾ സാമൂഹിക പരിഷ്കരണ കക്ഷി സോഷ്യൽ കോൺഫറൻസിനെ പിന്തുണച്ചു. അങ്ങനെ രണ്ട് സമിതികൾ രണ്ട് ശത്രുപാളയങ്ങളായി തീർന്നു. സാമൂഹ്യ പരിഷ്കരണമാണോ രാഷ്ട്രീയ പരിഷ്കരണമാണോ ആദ്യം വേണ്ടതെന്നായിരുന്നു കാതലായ പ്രശ്നം. ഒരു ദശകക്കാലം രണ്ട് കൂട്ടരും തുല്യ ശക്തികളായി തന്നെ നിലനിന്നു. അതിനാൽ മത്സരത്തിൽ ആരും ജയിച്ചില്ല. എന്നിരുന്നാലും സോഷ്യൽ കോൺഫറൻസിൻ്റെ ഭാഗ്യകാലം അസ്തമിക്കുകയായിരുന്നു. സോഷ്യൽ കോൺഫറൻസിൻ്റെ യോഗാധ്യക്ഷന്മാർ ഖേദപൂർവ്വം പ്രസ്താവിച്ചു, അഭ്യസ്തവിദ്യരായ ഹിന്ദുക്കളിൽ ഭൂരിപക്ഷവും സാമൂഹിക പരിഷ്കരണത്തോട് നിസ്സംഗത പുലർത്തുന്നവരും രാഷ്ട്രീയ പരിഷ്കരണം ആഗ്രഹിക്കുന്നവരാണെന്ന് അവർ പ്രസ്താവിച്ചു. അതേസമയം കോൺഗ്രസിൻ്റെ യോഗങ്ങളിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു. അതിലും കൂടുതലായിരുന്നു യോഗങ്ങളിലെത്താത്ത കോൺഗ്രസ് അനുഭാവികളുടെ സംഖ്യ. സോഷ്യൽ കോൺഫറൻസിൽ പങ്കെടുക്കുന്നവരുടെ സംഖ്യ തുലോപരിമിതമായിരുന്നു. ഈ നിസ്സംഗതയും അണികളുടെ ശുഷ്കതയും രാഷ്ട്രീയക്കാരുടെ സജീവ ശത്രുതയ്ക്ക് ഇടവരുത്തി. സോഷ്യൽ കോൺഫറൻസിന് യോഗം നടത്താൻ കോൺഗ്രസ് പന്തൽ വിട്ടുകൊടുത്തിരുന്ന പതിവ് ശ്രീ തിലകൻ്റെ നേതൃത്വത്തിൽ നിർത്തലാക്കപ്പെട്ടു. അതോടെ അവരുടെ ശത്രുത വർദ്ധിച്ചു. സോഷ്യൽ കോൺഫറൻസ് സ്വന്തമായി പന്തൽ കെട്ടുമെന്നായപ്പോൾ അത് തീ വെച്ച് നശിപ്പിക്കുമെന്ന് കോൺഗ്രസ് ഭീഷണിപ്പെടുത്തി. കാലം ചെന്നതോടെ രാഷ്ട്രീയ പരിഷ്കരണത്തെ അനുകൂലിച്ച കക്ഷി വിജയം വരിച്ചു. സോഷ്യൽ കോൺഫറൻസ് അപ്രത്യക്ഷമായി വിസ്മൃതമായി. 1892 ലാഹോറിൽ നടന്ന 8ാമത് കോൺഗ്രസ് സമ്മേളനത്തിൽ W.C. ബാനർജി നടത്തിയ അധ്യക്ഷ പ്രസംഗം സോഷ്യൽ കോൺഫറൻസിൻ്റെ ചരമോപചാര പ്രസംഗം പോലെയായിരുന്നു. കോൺഗ്രസിൻ്റെ മനോഭാവം തികച്ചും പ്രകടമാക്കുന്ന പ്രസ്തുത പ്രസംഗത്തിൽ നിന്നും ഒരു ഭാഗം ഞാനിവിടെ ഉദ്ധരിക്കുന്നു. ശ്രീ ബാനർജി പറഞ്ഞു, നമ്മുടെ സാമൂഹ്യ വ്യവസ്ഥിതി പരിഷ്കരിക്കപ്പെടുന്നതുവരെ നാം രാഷ്ട്രീയ പരിഷ്കരണത്തിന് യോഗ്യരാകുകയില്ലെന്ന് പറയുന്ന ആരെയും എനിക്ക് സഹിക്കാൻ കഴിയുകയില്ല. ഇവ തമ്മിൽ ഒരു ബന്ധവും ഞാൻ കാണുന്നില്ല. എന്തുകൊണ്ടാണ് രാഷ്ട്രീയ പരിഷ്കരണത്തിന് നാം യോഗ്യരാകാതിരിക്കുന്നത്? നമ്മുടെ വിധവകൾ അവിവാഹിതകളായി തുടരുന്നത് കൊണ്ടാണോ? നമ്മുടെ പെൺകുട്ടികളെ മറ്റ് രാജ്യങ്ങളിലേതിനേക്കാൾ കുറഞ്ഞ പ്രായത്തിൽ വിവാഹം കഴിപ്പിച്ചു കൊടുക്കുന്നത് കൊണ്ടാണോ? നമ്മുടെ ഭാര്യമാരും പെൺമക്കളും സുഹൃത്ത് സന്ദർശനത്തിനായി കാർ ഓടിച്ച് കൂടെ വരാത്തത് കൊണ്ടാണോ? നമ്മുടെ പെൺമക്കളെ ഓക്സ്ഫോർഡിലും കേംബ്രിഡ്ജിലും അയക്കാത്തത് കൊണ്ടാണോ? ശ്രീ ബാനർജി അവതരിപ്പിച്ച മട്ടിലുള്ള രാഷ്ട്രീയ പരിഷ്കരണ കാര്യമാണ് ഞാനിവിടെ പ്രസ്താവിച്ചത്. വിജയം കോൺഗ്രസിനായതിൽ സന്തോഷിക്കുന്ന നിരവധി പേരുണ്ട്. എന്നാൽ സാമൂഹിക പരിഷ്കരണത്തിൻ്റെ പ്രാധാന്യത്തിൽ വിശ്വസിക്കുന്നവർ ചോദിക്കും, ബാനർജിയുടേതുപോലുള്ള വാദഗതിയാണോ അന്തിമമായിട്ടുള്ളത്? ശരിയായ നിലപാട് സ്വീകരിച്ചവരാണോ വിജയിച്ചത്? രാഷ്ട്രീയ പരിഷ്കരണവുമായി സാമൂഹിക പരിഷ്കരണത്തിന് ബന്ധമില്ലെന്ന് ഇത് സംശയാതീതമായി തെളിയിക്കുന്നുണ്ട്. പ്രശ്നത്തിൻ്റെ മറുവശമെന്തെന്ന് പ്രസ്താവിച്ചാൽ കാര്യം എളുപ്പം മനസ്സിലാവും. അതിനാൽ അവർണരോട് സവർണർ എങ്ങനെ പെരുമാറുന്നു എന്നത് പരിശോധിക്കാം.
മറാത്ത രാജ്യത്ത് പേഷ്വ ഭരണത്തിന് കീഴിൽ തൊട്ടുകൂടാത്തവർക്ക്, അതായത് അവർണർക്ക്, പൊതുനിരത്തുകളിൽ നടക്കാൻ അനുവാദമില്ലായിരുന്നു. അവർണൻ്റെ നിഴൽ അതുവഴി വരുന്ന ഹിന്ദുവിനെ തീണ്ടിയെങ്കിലോ? അവർണനെ അറിയാതെങ്ങനെ സ്പർശിക്കാനിടയാകാതെ ഹിന്ദുക്കൾക്ക് അവരെ തിരിച്ചറിയാൻ അവരുടെ കൈത്തണ്ടയിലോ കഴുത്തിലോ ഒരു കറുത്ത ചരട് കെട്ടിയിരിക്കണമെന്ന് നിഷ്കർഷിക്കപ്പെട്ടിരുന്നു. പേഷ്വയുടെ തലസ്ഥാനമായ പൂനെയിൽ അവർ അരയിൽ കെട്ടിത്തൂക്കിയ ചൂലുമായിട്ടായിരുന്നു വഴി നടക്കേണ്ടത്. അവർണർ ചവിട്ടി അശുദ്ധമാക്കിയ പൊടി തുടച്ചു നീക്കിയില്ലെങ്കിൽ അതുവഴി വരുന്ന ഹിന്ദുവിന് തീണ്ടലുണ്ടാകും. പൂനെയിൽ തന്നെ അവർണർ സഞ്ചരിക്കുന്നിടത്തെല്ലാം കഴുത്തിൽ കെട്ടിത്തൂക്കിയ മൺകലം നിർബന്ധമായിരുന്നു. ആ മൺകലത്തിൽ മാത്രമേ അവർ തുപ്പാൻ പാടുള്ളൂ. അവർണൻ്റെ തുപ്പൽ നിലത്തു വീഴരുത്. അതിലെങ്ങാനും ഒരു ഹിന്ദു ചവിട്ടിപ്പോയാൽ അയാൾക്ക് അശുദ്ധിയായി. അടുത്തകാല വസ്തുതകൾ തന്നെ എടുക്കാം. മധ്യ ഇന്ത്യയുടെ ഒരു അവർണ വിഭാഗമായ ബാലിയകളുടെ മേൽ ഹിന്ദുക്കൾ നടത്തിവന്ന മർദ്ദനമുറകൾ ഏറ്റവും പറ്റിയ ഉദാഹരണമാണ്. ഇതിനെപ്പറ്റി ടൈംസ് ഓഫ് ഇന്ത്യയുടെ 1928 ജനുവരി 4 ലക്കത്തിൽ പ്രസിദ്ധപ്പെടുത്തിയ ഒരു റിപ്പോർട്ട് ശ്രദ്ധാർഹമാണ്. ഇൻഡോർ സംസ്ഥാനത്ത് ഇൻഡോർ ജില്ലയിലെ കനാരിയ, ബിച്ചോലി ഹഫ്സി, ബിച്ചോലി മർദാന മുതലായ 15-ൽ പരം ഗ്രാമങ്ങളിലെ കലോത്തകളും രജപുത്രരും പട്വാരികളടക്കമുള്ള ബ്രാഹ്മണരും ചേർന്ന് ബാലിയകൾക്ക് സ്വന്തം ഗ്രാമങ്ങളിൽ ജീവിക്കണമെങ്കിൽ അവർ താഴെ പറയുന്ന നിബന്ധനകൾ പാലിച്ചിരിക്കണമെന്ന് ആജ്ഞാപിക്കുകയുണ്ടായി. 1. ബാലിയകൾ കിന്നരി വെച്ച കുപ്പായങ്ങൾ ധരിക്കാൻ പാടില്ല. 2. നിറപ്പകിട്ടാർന്നതോ ചിത്രത്തൈലുള്ളതോ ആയ വക്കുകളോടുകൂടിയ മുണ്ട്, അതായത് ധോത്തി ധരിച്ചുകൂടാ. 3. ഏതെങ്കിലും ഹിന്ദു മരിച്ചാൽ അയാളുടെ ബന്ധുക്കളെ അവർ എത്ര തന്നെ ദൂരെയാണെങ്കിലും ചാക്കാല അറിയിക്കണം. 4. ഹിന്ദുക്കളുടെ വിവാഹവേളയിലും ഘോഷയാത്രയ്ക്കും കല്യാണത്തിനും ഗാനാലാപനം നടത്തണം. 5. ബാല്യ സ്ത്രീകൾ സ്വർണത്തിലോ വെള്ളിയിലോ തീർത്ത ആഭരണങ്ങൾ ധരിക്കാൻ പാടില്ല. അവർ അലങ്കാര തൈലുള്ള കുപ്പായങ്ങൾ ധരിക്കരുത്. 6. ബാലിയ സ്ത്രീകൾ ഹിന്ദു സ്ത്രീകളുടെ പ്രസവ സംബന്ധമായ എല്ലാ ശുശ്രൂഷകളും നടത്തണം. 7. പ്രതിഫലം ചോദിക്കാതെ ജോലി ചെയ്യണം. ഹിന്ദുക്കൾ മനസ്സോടെ വല്ലതും തരികയാണെങ്കിൽ സ്വീകരിക്കണം. 8. ഈ നിബന്ധനകൾ പാലിക്കാതിരുന്നാൽ അവർ ഗ്രാമങ്ങളിൽ നിന്നും കുടിയൊഴിഞ്ഞു പോകണം. എന്നാൽ ബാലിയകൾ ഹിന്ദുക്കളുടെ ആജ്ഞകൾ വിസമ്മതിച്ചു. ഹിന്ദുക്കൾ അവർക്കെതിരായി അണിനിരന്നു. അവർ ബാലിയകളെ ഗ്രാമക്കിണറുകളിൽ നിന്നും വെള്ളം കോരിയെടുക്കാൻ അനുവദിച്ചില്ല. അവരുടെ കാലികളെ മേയാൻ വിടാൻ സമ്മതിച്ചില്ല. ഹിന്ദുക്കളുടെ സ്ഥലത്തുകൂടി കടന്നു പോകുന്നത് വിലക്കി. ഒരു ബാലിയയുടെ കൃഷിക്കളം ഹിന്ദുക്കളുടെ വയലുകൾക്ക് നടുക്കാണെങ്കിൽ ബാലിയയ്ക്ക് സ്വന്തം നിലത്തിൽ പ്രവേശനമില്ലാതായി. ഈ പീഡനങ്ങൾക്കെതിരായി ബാലിയകൾ ദർബാറിൽ പരാതി ബോധിപ്പിച്ചു. ആശ്വാസം ലഭിച്ചില്ലെന്ന് മാത്രമല്ല, ഹിന്ദുക്കളുടെ മർദ്ദനം തുടരുക തന്നെ ചെയ്തു. ഗത്യന്തരമില്ലാതെ നൂറുകണക്കിന് ബാലിയകൾ കുഞ്ഞുകുട്ടി സഹിതം സ്വന്തം ഗ്രാമങ്ങളിൽ നിന്നും പലായനം ചെയ്തു. അവർ ധർ, ദേവാസ്, ബാംഗ്ലി, ഭോപ്പാൽ, ഗ്വാളിയർ മുതലായ സംസ്ഥാനങ്ങളിലേക്ക് കുടിയേറി. അവിടെ അവർക്കെന്ത് സംഭവിച്ചു എന്നത് ഇപ്പോൾ ഇവിടെ പരാമർശിക്കുന്നില്ല. ഗുജറാത്തിലെ കവിതയിൽ കഴിഞ്ഞ വർഷം നടന്നതെന്താണ്? അവിടെ അവർണരുടെ കുട്ടികളെ സർക്കാർ സ്കൂളുകളിലേക്ക് അയക്കാൻ പാടില്ലെന്ന് ഹിന്ദുക്കൾ ആജ്ഞാപിച്ചു. കേവലമായ ഒരു പൗരാവകാശം വിനിയോഗിക്കാൻ അവിടുത്തെ അവർണർ സഹിച്ച യാതനകൾ വിശദീകരണം ആവശ്യമില്ലാത്ത മട്ടിൽ കുപ്രസിദ്ധമാണ്. ഗുജറാത്തിലെ അഹമ്മദാബാദ് ജില്ലയിൽപ്പെട്ട സനുവിൽ മറ്റൊരു സംഭവം ഉണ്ടായി. 1935 നവംബറിലാണത്. ഏറെക്കുറെ സാമ്പത്തിക സൗകര്യമുള്ള അവർണ കുടുംബങ്ങളിലെ സ്ത്രീകൾ വെള്ളം കൊണ്ടുവരുന്നതിന് ലോഹപാത്രങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി. അത് ഹിന്ദുക്കളുടെ അന്തസ്സിന്മേലുള്ള കയ്യേറ്റമായി കണക്കാക്കപ്പെട്ടു. അവർണ സ്ത്രീകൾ കാട്ടിയ ഈ അവിവേകത്തിന് അവരെ ഹിന്ദുക്കൾ ശരിക്കും മർദ്ദിച്ചു. മറ്റൊരു സംഭവം, ജയ്പൂർ സംസ്ഥാനത്തിലെ ചഗ്വാര ഗ്രാമത്തിൽ ഒരവർണൻ തീർത്ഥാടനം കഴിച്ച് തിരിച്ചെത്തിയപ്പോൾ മതപരമായൊരു ശുഭകർമ്മമെന്ന മട്ടിൽ അവിടുത്തെ അവർണർക്ക് ഒരു സദ്യ ഒരുക്കി. വിഭവങ്ങളുടെ കൂട്ടത്തിൽ നെയ്യും വിളമ്പുകയുണ്ടായി. സദ്യ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ലാത്തിധാരികളായ നൂറുകണക്കിന് ഹിന്ദുക്കൾ അവിടെ എത്തി. ഭക്ഷ്യവസ്തുക്കൾ വലിച്ചെറിയുകയും അവർണരെ മർദ്ദിക്കുകയും ചെയ്തു. അവർ ആഹാരം ഉപേക്ഷിച്ച് ജീവനും കൊണ്ടോടി. ചെറുത്തു നിൽക്കാൻ കഴിവില്ലാത്ത ഈ പാവപ്പെട്ട അവർണരുടെ മേൽ മാരകമായ മർദ്ദനമുറകൾ എന്തുകൊണ്ടുണ്ടായി? കാരണം പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. ആതിഥേയനായ അവർണൻ നെയ് വിളമ്പാൻ തക്ക അഹങ്കാരിയായിരുന്നു. അതിഥികളാകട്ടെ നെയ് രുചിക്കാൻ തക്ക വിഡ്ഢികളുമായിരുന്നു. നെയ് സമ്പന്നരുടെ ഒരു ആർഭാടമാണ്. എന്നാൽ നെയ്യിൻ്റെ ഉപഭോഗം സാമൂഹ്യമായ അന്തസ്സിൻ്റെ അടയാളമായി ആരും കരുതിയിട്ടില്ല.
എന്നാൽ ചഗ്വാരയിലെ ഹിന്ദുക്കൾ മറിച്ചാണ് വിശ്വസിച്ചത്. ഹിന്ദുക്കളുടെ അന്തസ്സിന് ചേർന്ന ഒരു വിഭവമാണ് നെയ്. അത് അവർണ്ണൻ സദ്യയ്ക്ക് വിളമ്പുന്നത് ഹിന്ദുക്കളെ അവഹേളിക്കലാണ്. ധാർമ്മിക രോഷം ജ്വലിച്ച ഹിന്ദുക്കൾ അതിന് പകരം വീട്ടുകയായിരുന്നു. ഒരു അവർണ്ണന് നെയ് വിലയ്ക്ക് വാങ്ങാൻ കഴിവുണ്ടെങ്കിലും അത് ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്നത് ഹിന്ദുക്കളോട് കാട്ടുന്ന ധിക്കാരമാണ്. ഈ സംഭവം നടന്നത് 1936 ഏപ്രിൽ 1 അതിനോടടുത്ത ദിവസങ്ങളിലാണ്. ഇനി സാമൂഹ്യ പരിഷ്കരണത്തിലേക്ക് കടക്കാം. ഇക്കാര്യത്തിൽ ഞാൻ ശ്രീ ബാനർജിയെ കഴിയുന്നത്ര അനുഗമിച്ചുകൊണ്ട് രാഷ്ട്രീയ മനോഭാവക്കാരായ ഹിന്ദുക്കളോട് ചോദിക്കട്ടെ, നിങ്ങളുടെ രാജ്യക്കാലത്ത് തന്നെ അവർണ്ണരെ പോലെയുള്ളൊരു വലിയ ജനവിഭാഗത്തെ പൊതുവിദ്യാലയങ്ങളിൽ പ്രവേശിക്കാൻ അനുവദിക്കാതിരുന്നാലും നിങ്ങൾ രാഷ്ട്രീയാധികാര പ്രാപ്തിക്ക് യോഗ്യരാണെന്നാണോ? അവരെ പൊതുകിണറുകൾ ഉപയോഗിക്കാൻ പാടില്ലെന്ന് വിലക്ക് നിർത്തിയാലും നിങ്ങൾ രാഷ്ട്രീയാധികാരത്തിന് യോഗ്യരാണെന്നാണോ? അവരെ പൊതുനിരത്തുകളിൽ വഴി നടക്കാൻ അനുവദിക്കാതിരുന്നാലും നിങ്ങൾ രാഷ്ട്രീയാധികാരത്തിന് യോഗ്യരാണെന്നാണോ? അവർക്ക് ഇഷ്ടമുള്ള ആടയാഭരണങ്ങൾ ധരിക്കാൻ അനുവദിക്കാതിരുന്നാലും നിങ്ങൾ രാഷ്ട്രീയാധികാരത്തിന് യോഗ്യരാണെന്നാണോ? അവരിഷ്ടപ്പെടുന്ന ഭക്ഷണം കഴിക്കാൻ അനുവദിക്കാതിരുന്നാലും നിങ്ങൾ രാഷ്ട്രീയാധികാരത്തിന് യോഗ്യരാണെന്നാണോ? ഇത്തരം നിരവധി ചോദ്യങ്ങൾ ചോദിക്കാൻ കഴിയും. എന്നാൽ ഇപ്പോൾ ഇത്രയും മതി. ശ്രീ ബാനർജിയുടെ ഉത്തരം എന്തായിരിക്കും? വിവേകമുള്ളവരാരും തറപ്പിച്ചൊരു ഉത്തരം പറയാൻ ധൈര്യപ്പെടുകയില്ല. ഒരു രാജ്യത്തിന് മറ്റൊരു രാജ്യത്തെ ഭരിക്കാൻ യോഗ്യതയില്ലെന്ന മില്ലിൻ്റെ സിദ്ധാന്തം അനുനിമിഷം ആവർത്തിക്കുന്ന ഓരോ കോൺഗ്രസ്സുകാരനും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു വർഗത്തിന് മറ്റൊരു വർഗത്തെ ഭരിക്കാൻ യോഗ്യതയില്ലെന്ന്. എന്നാൽ പിന്നെ സാമൂഹ്യ പരിഷ്കരണ കക്ഷി പരാജയമടഞ്ഞതെങ്ങനെ? ഇത് ശരിയായി മനസ്സിലാക്കണമെങ്കിൽ ഏത് തരം സാമൂഹിക പരിഷ്കരണത്തിന് വേണ്ടിയാണ് അവർ മുറവിളി കൂട്ടിയതെന്ന് പരിഗണിക്കേണ്ടതുണ്ട്. ഇത്തരുണത്തിൽ ഹൈന്ദവ കുടുംബത്തിൻ്റെ പരിഷ്കരണം എന്ന അർത്ഥത്തിലും ഹൈന്ദവ സമൂഹത്തിൻ്റെ പുനഃസംഘടനയും പുനർനിർമ്മിതിയും ലക്ഷ്യമാക്കുന്ന പരിഷ്കരണം എന്ന അർത്ഥത്തിലുമുള്ള സാമൂഹിക പരിഷ്കരണങ്ങൾ തമ്മിലുള്ള വ്യത്യാസം അറിഞ്ഞിരിക്കണം. ആദ്യത്തേതിന് വിധവാ വിവാഹം, ബാലികാ വിവാഹം മുതലായവയോടും രണ്ടാമത്തേതിന് ജാതി നിർമ്മാർജ്ജനത്തോടുമാണ് ബന്ധം. സവർണ ഹിന്ദു കുടുംബങ്ങളുടെ പരിഷ്കരണം മുഖ്യ ലക്ഷ്യമാക്കിയിരുന്ന ഒരു സമിതിയായിരുന്നു സോഷ്യൽ കോൺഫറൻസ്. അതിലെ അംഗങ്ങൾ ഏറിയ കൂറും പ്രബുദ്ധരായ സവർണ ഹിന്ദുക്കളായിരുന്നു. ജാതി നിർമ്മാർജ്ജനത്തിന് വേണ്ടി പ്രക്ഷോഭണം നടത്തണമെന്ന് അവർക്ക് തോന്നിയില്ല, അഥവാ അതിനവർക്ക് ധൈര്യമില്ലായിരുന്നു. അവർക്കിടയിൽ നിലനിന്നതും വ്യക്തിപരമായി അവരെ സ്പർശിച്ചതുമായ നിർബന്ധിത വൈധവ്യം, ബാലികാ വിവാഹം മുതലായ തിന്മകൾക്ക് അറുതി വരുത്താൻ സ്വാഭാവികമായും അവർക്ക് പ്രേരണ തോന്നിയിരുന്നു. ഹൈന്ദവ സമൂഹത്തിൻ്റെ പരിഷ്കരണ പ്രക്രിയയിലേക്ക് ഉയർന്നെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. കുടുംബ പരിഷ്കരണം എന്ന പ്രശ്നത്തെ ചുറ്റിപ്പറ്റിയാണ് അവർ സമരം നടത്തിയത്. ജാതി വ്യവസ്ഥ തകർക്കുക എന്ന അർത്ഥത്തിലുള്ള സാമൂഹിക പരിഷ്കരണവുമായി അവരുടെ സമരങ്ങൾക്ക് ബന്ധമില്ലായിരുന്നു. അവർ അതൊരു പ്രശ്നമാക്കിയതേയില്ല. അവരുടെ പരാജയ കാരണവും മറ്റൊന്നല്ല. രാഷ്ട്രീയ പരിഷ്കരണം യഥാർത്ഥത്തിൽ സാമൂഹിക പരിഷ്കരണത്തിന് മുന്നിൽ സ്ഥാനം നേടിയെന്ന വസ്തുത മാറ്റിമറിക്കാൻ ഈ വാദത്തിന് കഴിയില്ലെന്ന് എനിക്കറിയാം. എന്നാൽ ഈ വാദഗതിക്ക് ഇത്രയെങ്കിലും മൂല്യമുണ്ട്. സാമൂഹിക പരിഷ്കർത്താക്കൾ പരാജയപ്പെട്ടത് എന്തുകൊണ്ടെന്ന് ഇത് വ്യക്തമാക്കുന്നു. സാമൂഹിക പരിഷ്കരണ കക്ഷിയുടെ മേൽ രാഷ്ട്രീയ പരിഷ്കരണ കക്ഷി നേടിയ വിജയം എത്ര പരിമിതമായിരുന്നു എന്ന് മനസ്സിലാക്കാനും ഇതുപകരിക്കും. അതുപോലെ സാമൂഹിക പരിഷ്കരണം രാഷ്ട്രീയ പരിഷ്കരണത്തിൻ്റെ മുന്നോടി ആയിരിക്കേണ്ടതില്ലെന്ന വീക്ഷണത്തിന് നിലനിൽപ്പുള്ളത് സമൂഹത്തിൻ്റെ പരിഷ്കരണം എന്നത് കുടുംബത്തിൻ്റെ പരിഷ്കരണമാണെന്ന് കാണുമ്പോൾ മാത്രമാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. സാമൂഹ്യ പരിഷ്കരണത്തിന് മുമ്പ് രാഷ്ട്രീയ പരിഷ്കരണം ശിക്ഷാഭയം കൂടാതെ നടപ്പിലാക്കാൻ സാധ്യമല്ലെന്ന എൻ്റെ വാദം അവിതർക്കിതമാണ്. രാഷ്ട്രീയ ഭരണഘടനയുടെ നിർമ്മാതാക്കൾ സാമൂഹിക ശക്തികളെ കണക്കിലെടുക്കണമെന്ന വസ്തുത കാരൽ മാർക്സിൻ്റെ സുഹൃത്തും സഹപ്രവർത്തകനുമായ ഫെർഡിനാൻഡ് ലാസല്ലെ പോലുള്ളവർ അംഗീകരിച്ചിട്ടുള്ളതാണ്. ലാസല്ലെ 1862 ഒരു പ്രഷ്യൻ സദസ്സിനെ അഭിമുഖീകരിച്ചുകൊണ്ട് പറഞ്ഞു, ഭരണഘടനാപരമായ പ്രശ്നങ്ങൾ ആദ്യഘട്ടത്തിൽ അവകാശങ്ങളുടെ പ്രശ്നമല്ല, ശക്തിയുടെ പ്രശ്നമാണ്. ഒരു രാജ്യത്തിൻ്റെ കൃത്യമായ ഭരണഘടനയുടെ അധിഷ്ഠാനം അവിടെ നിലവിലുള്ള ശക്തികളുടെ കൃത്യമായ സ്ഥിതിവിശേഷമാണ്. അതിനാൽ രാഷ്ട്രീയ ഭരണഘടനയ്ക്ക് മൂല്യവും സ്ഥിരതയും കൈവരുന്നത് അവ ഒരു സമൂഹത്തിൽ നിലവിലുള്ള ശക്തികളെ കൃത്യമായി പ്രകടിപ്പിക്കുമ്പോൾ മാത്രമാണ്. എന്നാൽ പ്രഷ്യ വരെ പോകണമെന്നില്ല. ഇവിടെ തന്നെയുണ്ട് തെളിവുകൾ. വിവിധ വർഗങ്ങൾക്കും സമുദായങ്ങൾക്കും നിശ്ചിതമായ അനുപാതക്രമത്തിൽ രാഷ്ട്രീയാധികാരം വകയിരുത്തി നൽകുന്ന കമ്മ്യൂണൽ അവാർഡിൻ്റെ പ്രാധാന്യമെന്ത്? രാഷ്ട്രീയ ഭരണഘടന സാമൂഹിക സംഘടനകളെ കണക്കിലെടുക്കണം എന്ന നിർദ്ദേശമാണ് അതിലുള്ളത്. ഇന്ത്യയിൽ സാമൂഹിക പ്രശ്നത്തിന് രാഷ്ട്രീയ പ്രശ്നവുമായി ബന്ധമേതുമില്ലെന്ന് ശഠിച്ച രാഷ്ട്രീയക്കാർ ഭരണഘടന രൂപപ്പെടുത്തുന്നതിൽ സാമൂഹിക പ്രശ്നം കണക്കിലെടുക്കാൻ നിർബന്ധിതരായി എന്നാണിത് വ്യക്തമാക്കുന്നത്.
സാമൂഹിക പരിഷ്കരണത്തെ അവഗണിച്ചതിൻ്റെ പ്രതികാര വിധിയാണ് കമ്മ്യൂണൽ അവാർഡ് എന്ന് പറയാം. അത് സാമൂഹിക പരിഷ്കരണ കക്ഷിയുടെ ഒരു വിജയമാണ്. അവസാനം പരാജിതരായെങ്കിലും അവർ സാമൂഹിക പരിഷ്കരണത്തിൻ്റെ പ്രാധാന്യം ശരിയായി തന്നെ ദർശിച്ചിരുന്നവരാണ്. എൻ്റെ ഈ കണ്ടെത്തലിനോട് പലരും വിയോജിക്കുമെന്നറിയാം. കമ്മ്യൂണൽ അവാർഡ് അസ്വാഭാവികമാണെന്നും അത് ന്യൂനപക്ഷങ്ങളും ഉദ്യോഗവൃന്ദവും ചേർത്ത് നടത്തിയ അവിഹിതമായൊരു കൂട്ടുകെട്ടിൻ്റെ സന്തതിയാണെന്നുള്ള വീക്ഷണം കാലികമാണ്. അത് വിശ്വസിക്കുന്നത് സന്തോഷകരവുമാണ്. എന്നാൽ എൻ്റെ അഭിപ്രായത്തിന് ഉപോത്ബലകമായൊരു തെളിവായി ഞാൻ കമ്മ്യൂണൽ അവാർഡിനെ ആശ്രയിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്ക് അയർലൻഡിലേക്ക് തിരിയാം. ഐറിഷ് സ്വയംഭരണത്തിൻ്റെ ചരിത്രം കാട്ടിത്തരുന്നത് എന്താണ്? അൾസ്റ്ററിൻ്റെയും ദക്ഷിണ അയർലൻഡിൻ്റെയും പ്രതിനിധികൾ നടത്തിയ കൂടിയാലോചനയിൽ അൾസ്റ്ററിനും അയർലൻഡിനും പൊതുവായ ഒരു സ്വയം നിർണയ ഭരണഘടനയുടെ കീഴിൽ കൊണ്ടുവരുന്നതിനു വേണ്ടി ദക്ഷിണ അയർലൻഡിൻ്റെ പ്രതിനിധിയായ മിസ്റ്റർ റൺബർഡ് പറഞ്ഞ കാര്യം പ്രസിദ്ധമാണ്. നിങ്ങൾ ഏത് രാഷ്ട്രീയ പരിരക്ഷയും ചോദിച്ചോളൂ, അതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതിന് അൾസ്റ്റർ പ്രതിനിധികൾ നൽകിയ മറുപടി എന്തെന്നോ, പോയി തൊലയട്ടെ നിങ്ങളുടെ പരിരക്ഷകൾ. ഒരു വ്യവസ്ഥയനുസരിച്ചും നിങ്ങൾ ഞങ്ങളെ ഭരിക്കാൻ നോക്കേണ്ട. ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളെ കുറ്റപ്പെടുത്തുന്നവർ ഒരു കാര്യം ഓർമ്മിപ്പിക്കണം. അൾസ്റ്റർ സ്വീകരിച്ചതുപോലൊരു നിലപാടാണ് ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾ സ്വീകരിച്ചിരുന്നതെങ്കിൽ ഭൂരിപക്ഷങ്ങളുടെ രാഷ്ട്രീയ മോഹങ്ങൾക്ക് എന്ത് സംഭവിക്കുമായിരുന്നു? രാജ്യതന്ത്രജ്ഞത വലുതായൊന്നും പ്രകടിപ്പിക്കാത്ത ഭൂരിപക്ഷങ്ങൾ ന്യൂനപക്ഷങ്ങൾക്ക് ഏതാനും പരിരക്ഷകൾ നൽകാമെന്ന് സമ്മതിക്കുന്നതിൽ കാര്യമൊന്നുമില്ലല്ലോ. എന്നാൽ ഇത് കേവലം യാദൃച്ഛികമാണ്. അൾസ്റ്റർ എന്തുകൊണ്ട് ഈ നിലപാട് സ്വീകരിച്ചു എന്നതാണ് പ്രധാനം. എനിക്ക് പറയാനുള്ള ഏക ഉത്തരം ഇതാണ്. അൾസ്റ്ററിനും ദക്ഷിണ അയർലൻഡിനും ഇടയ്ക്ക് ഒരു സാമൂഹ്യ പ്രശ്നമുണ്ടായിരുന്നു. കത്തോലിക്കരും പ്രൊട്ടസ്റ്റൻറ്റുകാരും തമ്മിലുള്ള പ്രശ്നം. സാരാംശത്തിൽ ജാതിയുടെ ഒരു പ്രശ്നം. അൾസ്റ്ററിലെ ജനങ്ങൾ സ്വയംഭരണത്തെ കണ്ടത് റോമൻ ഭരണമെന്ന നിലയ്ക്കാണ്. എന്നാൽ ഇത് കത്തോലിക്കരും പ്രൊട്ടസ്റ്റൻറ്റുകാരും തമ്മിലുള്ള ജാതി പ്രശ്നമാണെന്നും അത് രാഷ്ട്രീയ പ്രശ്ന പരിഹാരത്തിന് തടസ്സമുണ്ടാക്കുന്നുവെന്നുള്ള വസ്തുതയുടെ മറ്റൊരു രൂപത്തിലുള്ള പ്രസ്താവമാണ്. ഈ തെളിവും ചോദ്യം ചെയ്യപ്പെടാവുന്നതാണ്. ഇവിടെ സാമ്രാജ്യത്വവാദികളുടെ കൈകൾ പ്രവർത്തിച്ചിരുന്നു എന്ന് വാദിക്കാം. എന്നാൽ എൻ്റെ പക്കൽ ഇനിയുമുണ്ട് തെളിവുകൾ. റോമാ ചരിത്രത്തിൽ നിന്നുള്ള തെളിവുകൾ തന്നെ ഹാജരാക്കാം. ഇവിടെ ഏതെങ്കിലും ദുഷ്ടബുദ്ധി പ്രവർത്തിച്ചിരുന്നു എന്ന് പറയാൻ ആർക്കും കഴിയുകയില്ലല്ലോ. റോമാ ചരിത്രം പഠിച്ചിട്ടുള്ളവർക്കറിയാം, അതിൻ്റെ റിപ്പബ്ലിക്കൻ ഭരണഘടനയിൽ കമ്മ്യൂണൽ അവാർഡിനെ അനുസ്മരിപ്പിക്കുന്ന ശക്തമായ ലക്ഷണങ്ങളുണ്ടെന്ന്. റോമിൽ രാജ്യത്തെ അവസാനിപ്പിച്ചപ്പോൾ രാജാധികാരങ്ങൾ ജനപ്രതിനിധി സഭകൾക്കും മാർപ്പാപ്പയ്ക്കുമായി വീതിച്ചു നൽകപ്പെട്ടു. രാജാവിൻ്റെ മതേതരാധികാരം പ്രതിനിധി സഭയിൽ നിക്ഷിപ്തമായി. രാജാവിൻ്റെ മതാധികാരം പോപ്പ് ഏറ്റെടുത്തു. അങ്ങനെ 2 പ്രതിനിധി സഭകളുണ്ടായിരുന്നു. അവയിൽ ഒന്ന് പെട്രീഷ്യരുടെയും മറ്റേത് പെബ്ലിയറുടെയും ആയിരിക്കണമെന്ന് റിപ്പബ്ലിക്കൻ ഭരണഘടന വ്യവസ്ഥ ചെയ്തു. പോപ്പിൻ്റെ കീഴിലുള്ള പുരോഹിതന്മാരിൽ ഒരു പകുതി പെബ്ലിയരും മറുപകുതി പെട്രീഷ്യരുമായിരിക്കണമെന്ന് ഭരണഘടന വ്യവസ്ഥകൾ വ്യക്തമാക്കി. കമ്മ്യൂണൽ അവാർഡിനെ ശക്തമായി അനുസ്മരിപ്പിക്കുന്ന ഈ വ്യവസ്ഥകൾ റിപ്പബ്ലിക്കൻ ഭരണഘടന ഉൾപ്പെടുത്തിയത് എന്തിനു വേണ്ടിയായിരുന്നു? ഒറ്റ ഉത്തരമേ ഉള്ളൂ. പെബ്ലിയരെന്നും പെട്രീഷ്യരുമെന്നുമുള്ള 2 ജാതികൾക്കിടയിലെ സാമൂഹ്യ വിഭജനം കണക്കിലെടുത്തുകൊണ്ടുള്ള നടപടിയായിരുന്നു അത്. മൊത്തത്തിൽ രാഷ്ട്രീയ പരിഷ്കർത്താക്കൾക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ഏത് ദിശയിലേക്ക് തിരിഞ്ഞാലും ഒരു ഭരണഘടനയുടെ നിർമ്മിതിയിൽ അവർക്ക് നിലവിലുള്ള സാമൂഹ്യ ക്രമത്തിൽ നിന്നുളവാകുന്ന പ്രശ്നത്തെ അവഗണിക്കാനാവില്ല. സാമൂഹികവും മതപരവുമായ പ്രശ്നങ്ങൾ രാഷ്ട്രീയ ഭരണഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന എൻ്റെ വാദഗതിക്ക് ഉപോത്ബലകമായി ചൂണ്ടിക്കാട്ടിയ ഉദാഹരണങ്ങൾ വളരെ സവിശേഷതയുള്ളവയാണെന്ന് തോന്നാം. ഒരുപക്ഷെ അവ അങ്ങനെയുള്ളവ തന്നെ. എന്നാൽ ഒന്നിന് മറ്റേതിലുള്ള ബന്ധം പരിമിതമാണെന്ന് ഓർക്കണം. നേരെ മറിച്ച് വിപ്ലവങ്ങൾ സംഭവിച്ചത് സാമൂഹികവും മതപരവുമായ വിപ്ലവങ്ങൾക്ക് ശേഷമായിരുന്നു എന്നാണ് ചരിത്രം വ്യക്തമാക്കുന്നത്. ലൂതർ ആരംഭിച്ച മതനവീകരണം യൂറോപ്യൻ ജനതയുടെ നവോത്ഥാനത്തിൻ്റെ മുന്നോടിയായിരുന്നു. ഇംഗ്ലണ്ടിൽ പ്യൂരിറ്റാനിസമാണ് രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ചത്. പ്യൂരിറ്റാനിസം ഒരു നവലോകം സൃഷ്ടിക്കുകയായിരുന്നു. അമേരിക്കൻ സ്വാതന്ത്ര്യസമരം വിജയിപ്പിച്ചത് പ്യൂരിറ്റാനിസമായിരുന്നു. ഒരു മതപ്രസ്ഥാനമായിരുന്നു പ്യൂരിറ്റാനിസം. ഇത് മുസ്ലിം സാമ്രാജ്യത്വത്തിൻ്റെ കാര്യത്തിലും സത്യമാണ്. അറബികൾ ഒരു രാഷ്ട്രീയ ശക്തിയായി തീരുന്നതിന് മുൻപ് അവർ പ്രവാചകനായ മുഹമ്മദ് തുടങ്ങിവെച്ച സമഗ്രമായ ഒരു മതവിപ്ലവത്തിന് വിധേയരാകുകയുണ്ടായി. ഇതേ നിഗമനത്തെ ഇന്ത്യ ചരിത്രവും പിന്താങ്ങുന്നു. ചന്ദ്രഗുപ്തൻ നയിച്ച രാഷ്ട്രീയ വിപ്ലവത്തിൻ്റെ മുന്നോടിയായിരുന്നത് ബുദ്ധൻ്റെ സാമൂഹികവും മതപരവുമായ വിപ്ലവമാണ്.
മഹാരാഷ്ട്രയിലെ സന്യാസിമാരുടെ സാമൂഹികവും മതപരവുമായ പരിഷ്കരണങ്ങൾക്ക് ശേഷമാണ് ശിവജിയുടെ രാഷ്ട്രീയ വിപ്ലവം അരങ്ങേറിയത്. ഗുരുനാനാക്കിൻ്റെ സാമൂഹികവും മതപരവുമായ വിപ്ലവത്തെ തുടർന്നാണ് സിഖുകാരുടെ രാഷ്ട്രീയ വിപ്ലവം ഉണ്ടായത്. കൂടുതൽ ഉദാഹരണങ്ങൾ ആവശ്യമില്ല, ഇത്രയും തന്നെ മതിയാകും. ഒരു ജനതയുടെ രാഷ്ട്രീയ വികസനത്തിന് അവരുടെ മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും ഉന്നമനം ആവശ്യം വേണ്ട പ്രാഥമിക ഘടകമാണെന്ന് തെളിയിക്കാൻ. ജയ് ഭീം, ജയ് മഹാത്മാ. 1-ാം ഭാഗം ഇവിടെ അവസാനിപ്പിക്കുന്നു. നമ്മൾ ജാതി നിർമൂലനം എന്ന പുസ്തകത്തിൻ്റെ 1ഉം 2ഉം അധ്യായങ്ങൾ ചേർത്തിട്ടാണ് 1-ാം ഭാഗം ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത്. തുടർന്നുള്ള ഭാഗങ്ങൾ നിങ്ങൾക്ക് കേൾക്കുന്നതിന് വേണ്ടി നിങ്ങൾ ദയവ് ചെയ്ത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യുക എല്ലാ ആൾക്കാരിലേക്കും, എല്ലാ ഭാഗം ആൾക്കാർക്കും. ജാതിയും മതവും രാഷ്ട്രീയവും ഒന്നും നോക്കാതെ എല്ലാവരിലേക്കും ബാബാ സാഹേബ് അംബേദ്കറുടെ ജാതി നിർമൂലനം എന്ന പുസ്തകത്തിൻ്റെ വായന എത്തിക്കുക തന്നെ വേണം. അപ്പോൾ എല്ലാ ഇടങ്ങളിലേക്കും, നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഇത് ഷെയർ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും സഹകരിക്കുക. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ അവതരണത്തിലേക്ക് ഒരുപാട് പോരായ്മകളൊക്കെ ഉണ്ട് എങ്കിലും അത്യാവശ്യം വരുത്തേണ്ട മാറ്റങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ട്, ഒരു നിർദ്ദേശം എന്നുള്ള രീതിയിൽ നിങ്ങൾ കമൻറ്റുകൾ എഴുതാനും കൂടെ തയ്യാറാവണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ജയ് ഭീം.